നമ്മൾ എയർ പമ്പ് കൊടുത്തിട്ടല്ലേ നമ്മൾ പൊതുവെ ആർട്ടിമി നമ്മൾ വിരിയിപ്പിച്ചെടുക്കുക. അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേസലുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ബേസം വാങ്ങുക. ഇങ്ങനത്തെ ഒരു ബേസലുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂർ കൊണ്ട് ആർട്ടിമിയെ വിരിയിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ഞാൻ എയർ കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, ഇത് കണ്ടോ, ആർട്ടിമി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, നിറച്ച് ആർട്ടിമിയാണ്. ഈ ആർട്ടിമി ഉണ്ടാക്കാൻ നമുക്ക് ഇതാ ഈ ഒരു അളവിലില്ലേ, ഞാൻ ഇത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു അളവിൽ നമ്മൾ വെള്ളം എടുക്കുക. ഈ അളവിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ആ അളവിനനുസരിച്ചുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആർട്ടിമിയ ഗുളിക പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ആർട്ടിമിയ ഗുളിക പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടും. 24 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം വിരിഞ്ഞിറങ്ങും. കണ്ടോ, നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എയർ കണ്ടീഷൻ കൊടുത്ത് നമുക്ക് അതിനൊക്കെ ഒരു റിസ്ക്കാണ്. അതിൻ്റെ എയർ കണ്ടീഷനൊക്കെ കൊടുത്ത് അതിൽ നിന്നിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്ത് അതെല്ലാം വലിയ പണിയാണ്. ഇതാണെങ്കിൽ വലിയ റിസ്ക് ഇല്ല. ഇതാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ഇത് വെച്ചിട്ട്, ഈ ഒരു ഫില്ലർ കണ്ടോ, ഈ ഒരു ഫില്ലർ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉള്ള സ്ഥലം നോക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ഫില്ലർ കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇതിതാ ഇങ്ങനെ തീറ്റ, ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം. ഇത് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. വലിയ പണിയില്ല നമുക്ക്, ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇതെല്ലാം എൻ്റെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ്. 1.5 മാസത്തെ കുഞ്ഞുങ്ങളെ ഇറക്കാം. ചെറുതുമുണ്ട് വലുതുമുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർട്ടിമിയെ വിരിയിപ്പിച്ചെടുക്കുക. എയർ കണ്ടീഷൻ കൊടുത്ത് കുപ്പിയിൽ ഓട്ടയാക്കി, പിന്നെ ആ കുപ്പിയിലേക്ക് പമ്പ് നിറച്ച് വെച്ച് ഇതിൻ്റെ ഗുളിക പിടിച്ചിട്ട് അപ്പക്കയറിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം വിരിയിച്ചെടുക്കുക. 24 മണിക്കൂർ കൊണ്ട് വിരിഞ്ഞ് കിട്ടും. ശരി തന്നെയാണ്, പക്ഷേ അതിൽ നമുക്ക് റിസ്ക്കാണ്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തു. അല്ലാണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണം വിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ടാണ്, ഒരു ടാബ്ലറ്റിൽ എനിക്കുണ്ടായ റിസൾട്ടായി കാണുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. നിങ്ങൾക്ക് കണ്ടോ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടോ, നിറയെ എല്ലാം വിരിഞ്ഞിറങ്ങി. ഒരു 90% നമുക്ക് റിസൾട്ട് കിട്ടി ഇതിനകത്ത് നിന്നിട്ട്. ഇഷ്ടം പോലെയുണ്ട്. ഒരു ടോർച്ച് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു മൊബൈലിൻ്റെ തന്നെ ടോർച്ച് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക്, ആ ടോർച്ച് ഭാഗത്തിലേക്ക് എല്ലാം കൂടെ നിൽക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫില്ലർ കൊണ്ട് കോരി എടുക്കാൻ പറ്റും നമുക്ക്. ആ ഒരു കണ്ടീഷനിലാണ്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ, എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഒരു കുഞ്ഞ് പോലും ചാവാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതെല്ലാം പരിശീലിച്ച് തുടങ്ങിയത്. ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ ബ്രീഡായി കഴിഞ്ഞ് ഒരു ഫ്രീസിം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ കണ്ടെത്തിയ വഴിയായത്. എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. യൂട്യൂബിൽ വേറെ വീഡിയോ കണ്ടിരുന്നു, ആ വീഡിയോയിൽ നിന്നിട്ട് മനസ്സിലാക്കി നമ്മളേതായ രീതിയിൽ പരീക്ഷിച്ചൊന്ന് നോക്കിയതാണ്. അപ്പോൾ എല്ലാം ഓക്കെ. കണ്ടോ, നിറയെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നിറച്ച് എല്ലാം ഹാച്ചായിന്, 90% ഹാച്ചായിന് മൊത്തം. ഇത് മൊത്തം കണ്ടോ, ഇതെല്ലാം ആർട്ടിമെ വിരിഞ്ഞിറങ്ങി നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക്. ഗബ്ബി കുഞ്ഞുങ്ങൾക്കും ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്കും തുടക്കത്തിലൊക്കെ നമുക്ക് ഇത് കൊടുത്താൽ മതി. പിന്നെ ആർട്ടിമെ മേടിക്കുമ്പോൾ നമ്മൾ കടയിലൊരു ആർട്ടിമെ ചോദിച്ചു കഴിഞ്ഞാൽ 20 രൂപയാണ്. പക്ഷേ നമ്മൾ ആ ഭാഗത്ത് ഫ്ലിപ്കാർട്ടിനൊക്കെ ആയിട്ട് ഓഫറിലൊക്കെ ആർട്ടിമെ കിട്ടും. എനിക്ക് 40 ആർട്ടിമയൊക്കെ കിട്ടിയത് 500 രൂപ 560 രൂപക്കാണ് 40 ആർട്ടിമെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഓഫറിലൊക്കെ കിട്ടും. ഞാൻ അങ്ങനെയാണ് ആർട്ടിമെ മേടിക്കുക. അങ്ങനെ മേടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ ഗബ്ബി ബ്രീഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.